നമ്മുടെ ഈ കൗമാരക്കാർക്കിടയിൽ ഉണ്ടാകുന്ന ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ അവരിൽ വർദ്ധിച്ചു വരുന്ന അക്രമ സ്വഭാവവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസാരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു ദിവസം ചർച്ച ചെയ്യുന്നതിൽ ഭൂരിഭാഗം വാർത്തകളും ഇപ്പോൾ ഇടം പിടിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളൊക്കെയാണെന്ന്. അതിനൊപ്പം തന്നെ ഒന്നാണ് ഈ കുട്ടികൾ വീട് വിട്ടു പോകുന്ന സംഭവങ്ങൾ. ഇതിപ്പോൾ ചെറുതായൊക്കെ ഒന്ന് വഴക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ ചെറിയ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ ഉടനെ വീട് വിട്ടു പോവുക, പിന്നീട് അവരെ തിരഞ്ഞു നടക്കുക തുടങ്ങിയ സംഭവങ്ങളൊക്കെ നിത്യേന എന്ന കണക്കിന് നമുക്കിടയിൽ നടക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപ് പോലും ഒരു പെൺകുട്ടി വീട് വിട്ടിറങ്ങിപ്പോയതാണ്. പിന്നീട് രാത്രി മുഴുവൻ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഒരു നാട്ടുകാരൻ വാർത്താ മാധ്യമങ്ങളിലൂടെ ആ വാർത്ത കണ്ട് ഈ കുട്ടിയെ തിരിച്ചറിഞ്ഞ് പോലീസിൽ അറിയിക്കുന്നതും പോലീസ് വന്ന് കുട്ടിയെ വീണ്ടും രക്ഷിതാക്കളിലേക്ക് ഏൽപ്പിക്കുന്നതും ഒക്കെ. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഈ നിത്യേന പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭീതിജനകമായ രീതിയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കോഴിക്കോട് നഗരത്തിലെ 16 പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് മാത്രം കാണാതായത് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ്. 101 കുട്ടികളെയാണ്. കഴിഞ്ഞ വർഷം ഇത് 88 ഒരു ജില്ലയിൽ ശരാശരി 100 കുട്ടികളെയെങ്കിലും ഒരു വർഷം കാണാതാകുന്നു എന്നാണ് വിവരം. വീട് വിട്ടിറങ്ങിയ കുട്ടികളിൽ മിക്കവരെയും കണ്ടെത്താൻ കേരള പോലീസിനാകുന്നുണ്ട്. പക്ഷേ ഈ നമ്മൾ ആശങ്കാജനകമായ ഒരു കാര്യം, എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഇങ്ങനെ വീട് വിട്ടു പോകുന്നത്? നമ്മളത് അന്വേഷിക്കേണ്ടതല്ലേ, ചർച്ച ചെയ്യേണ്ടതല്ലേ? ന്യൂസ് മലയാളം ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുകയാണ്. കാണാം വാർത്ത. ഈ മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് കോഴിക്കോട് സിറ്റി പരിധിയിൽ തന്നെ ഒരു 16 പോലീസ് സ്റ്റേഷനുള്ള കോഴിക്കോട് നഗരപരിധിയിൽ ഒരു ചെറിയ ഏരിയ ആണ്. ഈ ഏരിയയിലെ കണക്ക് മാത്രം നോക്കിയാൽ നമുക്ക് കഴിഞ്ഞ വർഷം കോഴിക്കോട് സിറ്റിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ മിസ്സിംഗ് ആയ കുട്ടികളുടെ എണ്ണം 101. അത് 18 വയസ്സ് താഴെയുള്ള കുട്ടികളുടെ എണ്ണം മാത്രമായി പറയുന്നത്. ഇതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. 2024 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഒരു വർഷം കോഴിക്കോട് നഗരത്തിൽ മാത്രം വീട് വിട്ടിറങ്ങിപ്പോയ കുട്ടികളുടെ കണക്കാണ് SP ഈ പറഞ്ഞത്. ഇതേ തോതിലാണ് എല്ലാ ജില്ലകളിലും കുട്ടികളെ കാണാതാകുന്നത്. എന്നാൽ ഇതിന്റെ ക്രോഡീകരിച്ച കണക്ക് ഇപ്പോൾ ലഭ്യമല്ല. സംസ്ഥാനത്താകെ കാണാതാകുന്ന കുട്ടികളുടെ കണക്ക് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയും കഴിഞ്ഞ 2 വർഷമായി പുറത്തുവിടുന്നില്ല. മുൻ വർഷങ്ങളിൽ പുറത്തുവന്ന ചില കണക്കുകൾ നോക്കിയാൽ വീട് വിട്ടിറങ്ങുന്ന കുട്ടികളുടെ എണ്ണത്തിലുണ്ടായ ഭയപ്പെടുത്തുന്ന ഉയർച്ച കാണാം. 2015 145 കുട്ടികളെയാണ് സംസ്ഥാനത്താകെ കാണാതായത്. 2019 ആയപ്പോൾ അത് 267 ആയി. 2020 കാണാതായ കുട്ടികളുടെ എണ്ണം 8742 ഉയർന്നു. 2022 ഇത് 11259 ആയി. ഈ വർഷം കോഴിക്കോട് നഗരത്തിൽ മാത്രം 58 ആൺകുട്ടികളും 43 പെൺകുട്ടികളും അടക്കം 101 പേർ. ചേവായൂർ മെഡിക്കൽ കോളേജ്, ഫറോക്ക്, നല്ലളം, കോഴിക്കോട് സിറ്റി, നടക്കാവ് ഉൾപ്പെടെ നഗരപരിധിയിലെ 16 പോലീസ് സ്റ്റേഷനുകളിലെത്തിയ കുട്ടികളുടെ മിസ്സിംഗ് പരാതികളുടെ എണ്ണമാണിത്. കാണാതാവുന്ന കുട്ടികളെ ദിവസങ്ങൾക്കകം കണ്ടെത്തി വീട്ടിൽ തിരികെ എത്തിക്കാൻ പോലീസിന് കഴിഞ്ഞു. യാത്രയ്ക്കായി എത്തിയ റെയിൽവേ സ്റ്റേഷനുകളിലോ ബസ് സ്റ്റാൻഡുകളിലോ നിന്നാണ് ഏറെ പേരെയും കണ്ടെത്തിയത്. ഇത് കേവലം കോഴിക്കോട് നഗരപരിധിയിലെ മാത്രം പ്രശ്നമല്ല. കേരളത്തിലെ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ഇത്തരം കേസുകളുടെ എണ്ണം കൂടുകയാണ്. നിസാര സംഭവങ്ങളുടെ പേരിൽ വീടുപേക്ഷിച്ച് പോയവരാണ് മിക്ക കുട്ടികളും. വീട് വിട്ടിറങ്ങാൻ നമ്മുടെ കുട്ടികൾക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കൗമാരക്കാർക്ക് സ്വന്തം വീട് വല്ലാതെ മടുക്കുന്നുണ്ടോ? ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രീഫ്രോണ്ടൽ ലോബിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് കുറഞ്ഞുകൊണ്ട് ശാരീരികമായിട്ടും ഹോർമോണൽ ലെവലിലൊക്കെ വളരെ ഒരു അഡൾട്ടിൻ്റെ ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷേ പ്രീഫ്രോണ്ടൽ ലോബിൻ്റെ പ്രവർത്തനം കുറഞ്ഞത് മൂലം അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യുക്തിസഹിതമായിട്ടൊന്നും ചിന്തിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ഇമ്പൾസിവിറ്റി, എടുത്തുചാട്ടം അവർക്ക് കൂടുതലായിരിക്കും. അക്രമ പ്രവണത, ഈ അനുകരണ പ്രവണത അതൊക്കെ വളരെ കൂടുതലായിരിക്കും. ചെറിയൊരു കാര്യത്തിന് അമ്മയോ അച്ഛനോ വഴക്ക് പറഞ്ഞാൽ പോലും അവർ വീട് വിട്ടിറങ്ങുന്നു. ഇനി എനിക്ക് ആ വീട്ടിൽ ജീവിക്കണ്ട, എനിക്ക് അമ്മയും അച്ഛനും എനിക്ക് എതിരാണ്, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിച്ചു തന്നില്ല, പിന്നെ ഞാൻ എന്തിന് ജീവിക്കണം, എനിക്കിനി സുഖമായിട്ട് പുറത്തു പോയിട്ട് എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റും. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ചിന്താഗതിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും ഇങ്ങനെ വീട് വിട്ടിറങ്ങാനുള്ളൊരു സാധ്യത ഈ ബയോളജിക്കലി നമ്മുടെ തലച്ചോറിൽ ശരിയായിട്ട് വരേണ്ട ഡെവലപ്മെൻറ്റ് വരാത്തതാണ്.
പല കാരണങ്ങളാൽ വീട് വിട്ടിറങ്ങിയതെല്ലാം 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. മാതാപിതാക്കളുമായുള്ള അഭിപ്രായ വ്യത്യാസം, പഠന സമ്മർദ്ദം, അശാന്തമായ കുടുംബാന്തരീക്ഷം, സമൂഹ മാധ്യമങ്ങളിലെ ബന്ധങ്ങൾ തുടങ്ങി നിരവധി കാരണങ്ങൾ കൗമാരക്കാരെ വീട് വിട്ടിറങ്ങാൻ പ്രേരിപ്പിക്കുന്നു. മൊബൈൽ ഉപയോഗം വിലക്കിയതിന് പോലും വീട് വിട്ടിറങ്ങിയ കുട്ടികളുണ്ട്. കോവിഡ് കാലത്ത് അടച്ചിരിപ്പിന് ശേഷം കുട്ടികളുടെ മാനസിക നിലയിലുണ്ടായ മാറ്റം ഉടനടി പഠന വിധേയമാക്കേണ്ടതുണ്ട്. കാത്തിരിപ്പ് എന്താണെന്ന് അറിയാത്തൊരു തലമുറയാണ് പുതിയ ജനറേഷൻ. കാരണം ഒന്നിനു വേണ്ടി അവർക്ക് കാത്തിരിക്കേണ്ടി വരുന്നില്ല. ഫോണുണ്ട് അവരുടെ കയ്യിൽ, പെട്ടെന്നൊരു വാക്കിൻ്റെ അർത്ഥം അറിയുന്നില്ല, അവർ നോക്കുന്നു. അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും അവർക്ക് അറിയാത്തൊരു വഴി നമ്മൾ ഗൂഗിൾ മാപ്പിൽ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു. ഒന്നിനും അവർക്ക് കാത്തിരിക്കേണ്ടി വരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ MDയുടെ മഞ്ഞിനെക്കുറിച്ച് പറഞ്ഞാൽ അവർക്ക് ആ വികാരം ഒരിക്കലും മനസ്സിലാവില്ല. കാരണം അവർ കാത്തിരിക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിന് പുറത്തേക്കുള്ള ഒരു ലോകത്ത് അവർ ആഗ്രഹിക്കുന്നത് എന്തോ ഉണ്ട് എന്നുള്ളൊരു തോന്നലിനും പുറത്താണ് പലപ്പോഴും ഈ ഇറങ്ങി പുറപ്പെട്ടു പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 98% വീട് വിട്ടിറങ്ങിയ കുട്ടികളെയും കണ്ടെത്താനായെങ്കിലും ഇനിയും കാണാമറയത്തുള്ള കുറച്ച് കുട്ടികളുമുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ കാണാതായ 61 കുട്ടികളെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. കുട്ടികളെ അവഗണിക്കുന്നത്, അകാരണമായി ശകാരിക്കുന്നത്, പഠന പ്രശ്നങ്ങൾ, പ്രേമബന്ധങ്ങൾ, സ്വരച്ചേർച്ചയില്ലാത്ത കുടുംബാന്തരീക്ഷം, സമൂഹ മാധ്യമങ്ങളിലെയും ചില സംഘങ്ങളുടെയും വ്യക്തികളുടെയും പ്രേരണ തുടങ്ങി ആഗ്രഹിച്ച സമ്മാനം കിട്ടാത്തതുവരെ കുട്ടികൾ വീട് വിട്ടിറങ്ങാനുള്ള കാരണങ്ങളാണ്. കുട്ടിയെ കാണാതാവുന്ന ആദ്യ 1 മണിക്കൂർ തന്നെ 1098-ലോ 100-ലോ വിവരം അറിയിക്കുക. കുട്ടി തിരിച്ചു വരുമെന്ന് കരുതി ആദ്യ മണിക്കൂറിനുള്ളിൽ അധികൃതരെ അറിയിക്കാതിരിക്കരുത്. സുവർണ മണിക്കൂർ എന്നറിയപ്പെടുന്ന ഈ ആദ്യ 1 മണിക്കൂർ ഏറെ നിർണായകമാണെന്ന് പോലീസ് പറയുന്നു. തുറന്ന് സംസാരിക്കുക, അവരെ കേൾക്കുക, അവരെ സമ്മർദ്ദത്തിലാക്കാതെ ഇരിക്കുക, പീഡന ശിക്ഷകൾ ഒഴിവാക്കുക, അവരുടെ സ്വതന്ത്ര വ്യക്തിത്വത്തെ ബഹുമാനിക്കുക. ഇതിനുമപ്പുറം സമൂഹം എന്ന നിലയിലും നമുക്ക് ഒട്ടേറെ ചെയ്യാനുണ്ട്. കാരണം വീട് വിട്ടിറങ്ങി പോകുന്ന കുട്ടികളിൽ അടിയന്തര ശ്രദ്ധ പതിയേണ്ടത് സാമൂഹ്യ പ്രശ്നമായി വളരുകയാണ്. കോഴിക്കോട് നിന്നും രമ്യ ദാസ്, ന്യൂസ് മലയാളം.